ആഘോഷങ്ങൾ ഏതുമാകട്ടെ കളറാക്കാൻ സഫ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ടീം എന്നും നിങ്ങൾക്കൊപ്പം. വെഡിംഗ് ഇവന്റ്സ്, കോർപ്പറേറ്റ് ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, കോൺഫറൻസ് ആൻഡ് സെമിനാർസ്, പ്രോഡക്റ്റ് ആൻഡ് മൂവി ലോഞ്ചിങ്, കാറ്ററിംഗ് സർവീസ് തുടങ്ങി ഈവന്റ് ഏതായാലും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ മനോഹരമാക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. 18 വർഷത്തെ പാരമ്പര്യമാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന വിശ്വാസം. ഫോർ മോർ ഡീറ്റെയിൽസ്, സഫ ഇവന്റ്സ്, പല്ലാരിമംഗലം. ഫോൺ നമ്പർ 9744191777, 8606191777. ചേച്ചി പൈസ കൊടുക്കണം. ആൽബിയെ നൽകി. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. ഞാനും അവന് അടിയുണ്ടായി. അവൻ പാലത്തിന്റെ അവിടെ കിടപ്പുണ്ട്. 2 ദിവസമായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയിട്ട്. അതൊക്കെ പിന്നെ പറയാം. എനിക്ക് രക്ഷപ്പെടണം. നീ ഇങ്ങോന്നേ. തള്ളൻ കൂടെ എന്നെ ചതിക്കുമായിരുന്നില്ലടി. ഈ എന്റെ കാശ് മേടിച്ചിട്ട് എന്നെ ഊമ്പലാക്കാൻ നോക്കുന്നോടി. ആരുമില്ല ഇവിടെ. എത്ര പ്രാവശ്യം വിളിച്ചു, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. വിളിച്ചിരുന്നോ? എന്നെയോ? ആ, വിളിച്ചിരുന്നല്ലോ. എന്തായി ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം? ഒരാഴ്ചത്തെ അവധിക്ക് കൂട്ടുകാരനോട് കടം മേടിച്ചതാ. 50,000 രൂപയുണ്ട്. നിങ്ങളെന്നാ മിണ്ടാണ്ടിരിക്കുന്നു? എക്സാം വല്ലതും ആണോ? എന്നാ ശരി, ഞാൻ പോയേക്കുവാ. കുറച്ച് തിരക്കുണ്ട്. എടി, ഈ പൈസ എടുത്ത് അലമാര കൊണ്ടുപോയി. നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ രണ്ടുപേരും എൻ്റെ അനിയൻ്റെ കേസിൻ്റെ സാക്ഷികളാണ്. ഈ പ്രാവശ്യം എന്ത് വില കൊടുത്തും നമുക്ക് അവനെ പുറത്തിറക്കണം. പൈസ ഞാൻ കെട്ടിവെച്ചോളാം. ശരി, ആയിക്കോട്ടെ. ഓക്കെ. എടാവേ രാജു, ഭർത്താവിനെ വിഷം കൊടുത്ത് കൊന്ന മുതലായത്.
അറിയാവോ നിനക്ക്? നിന്റെ ഒറ്റ വാക്കിലാ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചത്. ശ്ശോ, നീ എന്തൊക്കെ പുലിവാലാകുമോ എന്തോ. നീ പേടിക്കണ്ട, അവളുടെ അനിയൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. പൈസ കിട്ടിയില്ലേ? വാ. ആ, വരുന്നിടത്ത് വെച്ച് കാണാം. ഇതെന്താ ആലോചിക്കുന്നേ? ഇഷ്ടപ്പെട്ടു. ദേവു, നിന്റെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു തരുമോ? ആവോ, എനിക്കറിയില്ല. തന്നില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും മോളെ. എടാ സജി, ഞാൻ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരട്ടെ. നീ ആ പൈസ തരാനുള്ള ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം. എന്നാൽ ഞാൻ പോയിട്ട് വരാം. ശരി, ആയിക്കോട്ടെ. ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? അത് പിന്നെ പൈസ ശരിയായില്ല, അതാ ഞാൻ ഫോൺ എടുക്കാഞ്ഞ്. സംഘത്തിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ പൈസയാ, ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? രൂപ 1ഉം 2ഉം അല്ല, 50,000 രൂപ നിനക്ക് ഞാൻ തന്നേ. നീ നിന്റെ കാമുകിയുടെ തള്ളേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നോട് പൈസ മേടിച്ചേ? അവർ പക്ക ഫ്രോഡാണ്. ഇതുപോലെ പല ചെറുപ്പക്കാരെ അവർ പറ്റിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പൈസ കിട്ടണം. സഹിച്ചേട്ടാ, ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ എങ്ങനെയും ശരിയാക്കി തരാം. ദേ, എൻ്റെ വായെന്ന് നീ നല്ല തെറിയേക്കും. കരക്കാരുടെ പൈസയാ, എനിക്കിവിടെ കണക്ക് കാണിക്കണം. എനിക്കിന്ന് 2-1 തീരുമാനം അറിയണം. സഹിച്ചേട്ടാ, ഒരു 2-3 ദിവസത്തിനുള്ളിൽ എങ്ങനെയും ശരിയാക്കി തരാം. ഹലോ 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 ഹലോ, ഞാൻ ആൽബിയാണ് സംസാരിക്കുന്നത്. ക്യാഷിന്റെ കാര്യം എന്തായി? എനിക്ക് അത്യാവശ്യമായിട്ട് ക്യാഷ് വേണം. എന്റെ കയ്യിൽ പൈസ ആയില്ല. പൈസ ആവുമ്പോ ഞാൻ തരാന്നേ. ഇതാരും മേടോ, വരൂ വരൂ, അകത്തോട്ടിരിക്കാം. എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തു പറ്റൂടോ തനിക്ക്? എന്താ തൻ്റെ പ്രോബ്ലം? പറയൂ. എന്തായി എന്റെ അനിയന്റെ കേസിന്റെ കാര്യം? ചുമ്മാതല്ലടോ, ഞാൻ KSFന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നു. എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. താൻ ധൈര്യമായിട്ടിരിക്കാം, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ന് ഞാൻ പോട്ടെ. ആ, അങ്ങനെ പെട്ടെന്ന് പോയാൽ എങ്ങനെ? എന്റെ മനസ്സ് ശരിയല്ല. ഇനിയൊരു ദിവസം ആവട്ടെ. എടി, എന്റെ മോന്റെ ജീവിതം നീ തകർത്തില്ലേടി. നിങ്ങളുമായിട്ട് യാതൊരു ഇടപാടും എനിക്കില്ല. നിങ്ങളുടെ മോനുമായിട്ടുള്ളത് ഞാൻ തീർത്തോളാം. മനുഷ്യ, അവള് പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ മകനുമായിട്ട് അവക്ക് യാതൊരു ഇടപാടും ഇല്ലെന്ന്.
എടി നീ എന്റെ മോന്റെ ജീവിതം തകർത്തില്ലേടി. എന്റെ മോന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് തിന്ന് സുഖിക്കല്ലേടി നീ. അവനാണെങ്കിൽ ഭ്രാന്തി പിടിച്ച് നടക്കുവാടി നീ കാരണം. വീട്ടിൽ വന്ന് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അനാവശ്യമോ? നിന്റെ മോളെ കാണിച്ച് എന്റെ മോനെ വശത്താക്കി അവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് എടുത്തത് പോരാ. എടി ഒന്ന് പതുക്കെ, ആളുകൾ കേൾക്കും. എന്നാ പറഞ്ഞാലും ശരി, എന്റെ കയ്യിലിപ്പോ തരാൻ പൈസ ഒന്നുമില്ല. തൃപ്തി ആയില്ലേടി നിനക്ക്? എന്നാ നോക്കിയിരിക്കാ? വാ പോ. നീ അനുഭവിക്കുമേടി, നീ അനുഭവിക്കും. ആ, സ്വന്തം ഭർത്താവിന് വിഷം കൊടുത്ത് കൊന്നവളവള്. ഇറങ്ങി പൊക്കോണ വീട്ടിൽ നിന്ന്. കണ്ടവളുമാർക്കല്ല പൈസയും കൊടുത്തിട്ട് വന്നേക്കണു. ആരോടാണോ നീ പൈസ വാങ്ങിയത് തിരിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് കയറി വന്നാൽ മതി. ഇന്ന് പോയിരുന്നു നിന്റെ തന്തയും ഞാനും കൂടി. അവളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. പൈസ കൊടുത്തിട്ട് തിരിച്ചു വന്നാൽ മതി ഇങ്ങോട്ട്. നീ എന്താ ഇവിടെ? എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലേ? നമുക്കൊരു സെൽഫി എടുക്കാം. ഡാ, നീ അങ്ങോട്ടേ പോണേ? വണ്ടി നിർത്തടാ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ പെണ്ണിൻ്റെ പുറകെ നീ നടക്കരുത്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ പുറകെയാണ് നീ നടക്കുന്നത്. എൻ്റെ മാത്രം പെണ്ണാ അവള്. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ നോക്കേണ്ട ആവശ്യമില്ല. നീ ഒന്ന് പോയടാ. ഞാനും അവളും തമ്മിലുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഇതിലുണ്ട്. എന്നാ നിനക്ക് കാണണോ? എൻ്റെ കയ്യിലുണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും. നിനക്ക് കാണണ? നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്ക്, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അവള് നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയണ്ട്. ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കൊള്ളണം. അതാ നിനക്ക് നല്ലത്. പോടാ. എന്താ മോളെ? അരുണിന്റെ അമ്മയാണോ? എല്ലാവരും ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ട് അരുണിൻ്റെ അമ്മയല്ലേന്ന്. അരുണിൻ്റെ അമ്മയല്ല, ആൻറ്റിയാ, അച്ഛൻ്റെ പെങ്ങൾ. അവൻ്റെ കുഞ്ഞിലെ അവൻ്റെ അമ്മ മരിച്ചതാ, ബ്രെയിൻ ട്യൂമറായിരുന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ പറയുന്നത് ഒന്നും അവൻ കേൾക്കില്ല, എല്ലാം അവൻ്റെ ഇഷ്ടം. ഞാൻ അരുണിനെ കണ്ടിട്ട് വരാം. പോയിട്ട് വാ. അരുണേ, അരുൺ. ആ, നീ ഇവിടെ ഇരിക്കായിരുന്നു. ആ, അല്ല ഇതാര് ദേവികയോ? വാ ഇരിക്ക്. നിനക്കെന്നെ പറ്റി? പനിയാണോ? ചെറിയൊരു പനി ഉണ്ടായിരുന്നു, ഇച്ചിരി കുറവുണ്ട്. അമ്മ പറഞ്ഞു പനിയായിരുന്നു. നിന്റെ അമ്മ ഇവിടെ വരാറുണ്ട്. നിന്റെ അമ്മയും ഞാനും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് കുറേ നാളായി നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. നിനക്കെന്നെ പറ്റി? നീ ചുമ്മാ തമാശ പറയല്ലേ. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഒരു നല്ല സുഹൃത്തായിട്ടാ ഞാൻ നിന്നെ കണ്ടേ. എടി,
അപ്പം നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ? നിന്റെ തള്ള എന്നോട് എത്ര രൂപ മേടിച്ചിട്ടുണ്ടെന്നറിയാവോ? ഒന്നിനൊരു കണക്കും ഞാൻ വെച്ചിട്ടില്ല. അപ്പോ നീയും നിന്റെ തള്ളയും കൂടെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ? എടി നിക്കണോടാ, നീ ആരാന്നാ വിചാരിച്ചത്? നിനക്ക് എന്നെ അറിയില്ല. നിനക്ക് നിന്നെ ശരിയാക്കി തരാം കേട്ടാടി. എന്താ മോളെ, എന്ത് പറ്റി? ഒന്നുമില്ല. എന്താ പറ്റിയ? നിന്റെ അപ്പനും അമ്മയും പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ആയെന്ന് ഞാൻ അറിഞ്ഞത്. എന്നതാ അറിഞ്ഞത്? അത് ശരി. നിന്നോട് ഞാൻ 50,000 രൂപ മേടിച്ചത് ഓർമ്മയുണ്ടോ? ആ സാവിത്രിയില്ലേ, അവർ ഞങ്ങൾക്ക് തന്ന പൈസ. നിനക്കെന്താ ഈ പറ്റിയത്? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനെയാ? സാവിത്രിയുടെ മോളുമായിട്ട് പൊരിഞ്ഞ പ്രേമമല്ലായിരുന്നോ? എന്നിട്ട് മതിയായില്ല? ഞാൻ ശരിക്കും പെട്ടുകേട്ടോ. മാറ്റി അത് തരുന്നത് ലക്ഷണമല്ല. അവരുടെ ഞാൻ ബിജിയില്ലേ, ആ പീഡന കേസിലെ പ്രതി, അവനെ ജാമ്യത്തിലിറക്കാനാ നിന്നോട് ആ പൈസ വാങ്ങിച്ച്. പോയി ഇവിടെ. ആ ബിജു, ഒന്ന് നിന്നേ അവിടെ. എന്താടാ? നിന്നെ ജാമ്യത്തിലിറക്കാനേ നിന്റെ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നീ തിരിച്ചു തരണം. പെണ്ണിന്റെ പേരിൽ? നിന്റെ ചേച്ചിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. അവരുടെ കയ്യിൽ ഒരു കോപ്പുമില്ല. അവർ ലോക ഉടായ്പാണ്. അത് ഞാനിപ്പോൾ എന്ത് ചെയ്യണം? നിന്നെ പുറത്തിറക്കാൻ നിന്റെ ചേച്ചി മേടിച്ച പൈസയാ. ഒരു പീഡന കേസിലെ പ്രതിയായി നീ പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യമില്ല. നിന്നെ പോലെയുള്ളവൻ നാട്ടിൽ പീഡിപ്പിച്ച് നടക്കത്തേ ഉള്ളൂ. എന്താണ് നീ പറഞ്ഞത്? ഫാദർ, വരൂ. എന്താ അത്? ഒരു പരാതി തരാൻ വന്നതാ. എന്ത് പരാതി? എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഫാദർ. എൻ്റെ അമ്മയെക്കുറിച്ചോ? അത് കൊള്ളാമല്ലോ. എൻ്റെ ഇത്രയും കാലത്തെ സേവനത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിനി സ്വന്തം അമ്മയ്ക്കെതിരെ പരാതിയായിട്ട് വരുന്നത്. പക്ഷേ ഇത് ശരിക്കും ഇവിടെ തരേണ്ട പരാതി അല്ലല്ലോ. ഇത് പോലീസ് സ്റ്റേഷൻ കൊടുക്കേണ്ട പരാതിയല്ലേ? കുട്ടി ക്ലാസ്സിലേക്ക് വെക്കോളൂ. വിളിപ്പിക്കാൻ കേട്ടോ.
ആ ഗുഡ് മോർണിംഗ്. വരൂ, ആ ഇരിക്കൂ. ഒരു കുട്ടിയുടെ പരാതി കിട്ടിയിട്ടുണ്ട് സാർ. ഇതാ. പരാതി പരിഹരിക്കുന്നവരാണല്ലോ ഞങ്ങൾ പോലീസുകാർ. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അവളുടെ അമ്മയെക്കുറിച്ച് നൽകിയ പരാതി. +2 E2 ബാച്ചിലെ ദേവിയ പ്രദീപിനെ ഒന്ന് വിളിക്കൂ. ഇതാണ് ആ കുട്ടി, ദേവിയ പ്രദീപ്. ദേവികയുടെ വീട് എവിടെ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും മാത്രം. എല്ലാത്തിനും കാരണം ഇവളുടെ അമ്മയാണ്. ദേവിയെ പൊക്കോളൂ. ഫാദർ, ദേവികയുടെ പരാതി ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. എത്രയും പെട്ടെന്ന് കേട്ടോ. ഓക്കെ ഫാദർ. സാവിത്രിയുടെ വീട്? അതെ. നിങ്ങളുടെ ഏനെയും ബിജു ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അപ്പം ഞങ്ങൾ വന്ന കാര്യം മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ മകൻ ദേവിക സ്കൂളിൽ പരാതി കൊടുത്ത അന്ന് മുതൽ നിങ്ങളെ ഞങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അറിയാവോ? അപ്പോൾ എങ്ങനെയാ ഞങ്ങളിവിടെ വരുമല്ലോ. വാ വേണ്ട പിള്ളേങ്ങള്. നിങ്ങൾ പെൺകുട്ടികളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത്. ഇനി സൂക്ഷിച്ച് ജീവിക്കുക. നിന്റെ അമ്മയെപ്പോലെ ആകരുത് കേട്ടോ. മോള് മിടുക്കിയായി പഠിക്കണം കേട്ടോ. മാത്രം ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. നിനക്ക് സുഖല്ലേ? ഞാൻ ഇവിടെ നിന്നിട്ട് നിന്നെ കാണാൻ വന്നത്. പോയപ്പോ ഇഹലോക ജീവിതത്തിൽ സംഭവിച്ച നന്മതിന്മകൾക്കിടയിൽ അമ്മയുടെ വഴിതെറ്റിയ ജീവിതവും നിരപരാധിയായ കൂട്ടുകാരൻ ആൽബിയുടെ മരണവും സ്വന്തം ജീവിതാനുഭവത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ഇവനെ കർത്താവിൻ്റെ നിലവാക്കിയാണ്.